കോട്ടയത്തെ ജഡ്ജി അമ്മാവൻ കോവിലെത്തിയ രാഹുലിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോഴിതാ ഡിവൈഎഫ്ഐയുടെ അന്തം കമ്മി അടിമകള് പോലീസിൽ പരാതി പറഞ്ഞിരിക്കുന്നു. എന്താണ് പരാതി? രാഹുൽ ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പരാതി. എന്താണ് ചെയ്ത തെറ്റ്? രാഹുൽ ഇന്നലെ രാഹുൽ പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി രാഹുൽ കോട്ടയത്തെ ജഡ്ജി അമ്മാവൻ കോവിലെത്തി ദർശനം നടത്തി. അവിടെയുള്ള ക്ഷേത്ര സമിതിയുടെ ഓഫീസിലെത്തി അവരുമായി ചില സംസാരങ്ങളും ചില കുശലാന്വേഷണങ്ങളും ഒക്കെ നടത്തി. ചിലതൊക്കെ ചെയ്തിട്ടാണ് രാഹുൽ അവിടെ നിന്ന് മടങ്ങിയത്. ഇപ്പോ ഇന്ന് രാവിലെ രാഹുലിനെതിരെ പരാതി വന്നിരിക്കുക. എന്താണ് പരാതിയിൽ പറയുന്നത്? രാഹുൽ ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐ ആണ്. സഖാക്കള് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് സഖാക്കൾ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്ന് നോക്കിയാണെങ്കിലും വല്ലാത്ത തിരിച്ചടി. 13-ന് തലേന്ന് വരെ എന്ന് പറഞ്ഞാൽ ഡിസംബർ 13-ന്റെ തലേന്ന് വരെ നാളത്തെ പ്രഭാതം അത് നമ്മുടേതാണ്, കേരളം ചുവക്കുമെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി അഹങ്കരിച്ച് നടന്നവർക്ക് കേരളത്തിന്റെ പൊതുസമൂഹം ഡിസംബർ 9-നും 11-നുമായിട്ട് കരുതി വെച്ചിരുന്നത് അവരുടെ കരണത്തുള്ള അടിയായിരുന്നു എന്നുള്ളതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ രീതിയിലുള്ള പ്രഹരമാണ് CPM-നും സഖാക്കൾക്കും ലഭിച്ചിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടത് തന്നെ അവരുടെ വലിയ പരാജയമായിരുന്നു. കാരണം 10 വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ആ 10 വർഷക്കാലം കൊണ്ട് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോ അവർക്ക് മുന്നോട്ട് വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, നേട്ടങ്ങളൊന്നും പറയാനുണ്ടായിരുന്നില്ല. പിന്നെ അവർ എങ്ങനെയാണ് വോട്ട് പിടിച്ചത്? കോൺഗ്രസിനെ അധിക്ഷേപിക്കാൻ, കോൺഗ്രസിന്റെ മുകളിൽ പഴിചാരാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന് അത് ചർച്ചയാക്കണമെന്ന് ഇവർ തീരുമാനിച്ചു. ശബരിമലയിലെ അയ്യന്റെ പൊന്ന് കൊള്ള ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ ഈ സഖാക്കളെ വിളിച്ചപ്പോ CPM-ന്റെ പ്രതിനിധികൾ പറഞ്ഞത് പാർട്ടി ആ ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചെന്നാ. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാ അല്ലേ? അപ്പോ മനോരമ ന്യൂസിലെ നിഷ പുരുഷോത്തമൻ ഒരു ചർച്ചയിൽ എടുത്തു പറയുകയും ചെയ്തു, CPM-ന്റെ പ്രതിനിധി വന്നില്ല. എന്താ വരാത്തത്? രാഹുൽ മാങ്കൂട്ടം ചർച്ച ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ ഉണ്ട്, അതല്ലെങ്കിൽ ശബരിമല വിഷയം ചർച്ച ചെയ്യാനാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി പ്രതിനിധിയെ അയക്കേണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനോരമ ന്യൂസിലെ നിഷ പുരുഷോത്തമനോട് ഇവർ പറഞ്ഞത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ഉയർത്തിപ്പിടിച്ച് പെണ്ണും ഗർഭവും ഗർഭചിത്രവും ഭ്രൂണവും ഒക്കെയായി ഈ തെരഞ്ഞെടുപ്പും നേരിടാമെന്ന് ചുരുക്കി പറഞ്ഞാൽ തുണ്ടുണ്ടെങ്കില് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സഖാക്കൾക്ക് കഴിയൂ എന്നുള്ള ഇവരുടെ വിശ്വാസത്തിന്റെ പുറത്താണ് ഇവർ അങ്ങനെ ചെയ്യാൻ ഇറങ്ങിയത്. കാരണം 10 വർഷം ഭരിച്ചിട്ടും സഖാക്കൾക്ക് പറയാൻ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഇവര് ചർച്ച ചെയ്തു. പക്ഷേ ജനം ചർച്ച ചെയ്തത് പിണറായി വിജയൻ സർക്കാരിനെയായിരുന്നു. അല്ലേ? നിങ്ങളൊന്ന് നോക്ക്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 20, 25, 30 വർഷമായിട്ട് ഇവർ കൊണ്ടു നടന്ന, ഇവർ അടക്കി ഭരിച്ചിരുന്ന ഇവരുടെ കോട്ട കൊത്തളങ്ങൾ ഓരോന്നായി തകർന്നു വീഴുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്, അല്ലേ? അപ്പോ രാഹുൽ വിഷയം ചർച്ചയാക്കാൻ CPM വല്ലാതെ തിടുക്കപ്പെട്ടു, വല്ലാതെ പണിയെടുത്തു. പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തത് പിണറായി വിജയന്റെ കൊള്ളരുതായ്മകളെയായിരുന്നു, പിണറായി വിജയന്റെ ഭരണ പരാജയങ്ങളെയായിരുന്നു, കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള വിലക്കയറ്റമായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി ശബരിമലയിലെ അയ്യന്റെ പൊന്ന് കെട്ടത് അത് കേരളം വേണ്ട വിധം ചർച്ച ചെയ്തു, പരിഗണിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പില് രാഹുൽ വിഷയം ഇവർ ഉയർത്തിക്കൊണ്ടുവന്നത് വോട്ടാകുമെന്ന് കരുതിയിട്ടാണ്. അത് വോട്ടായില്ല എന്ന് മാത്രമല്ല, അത് CPM-ന്റെ തലക്ക് മീതെ പൊന്തി വന്ന വാളായി മാറി, അല്ലേ? രാഹുൽ വിഷയം ഇവരങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന്റെ സമൂഹം സഖാക്കളോട് തിരിച്ചു ചോദിച്ചു മുകേഷിനെ കുറിച്ച്, ശശിയെ കുറിച്ച്, PK ശശിയെ കുറിച്ച്, തോമസ് ഐസക്കിനെയും കടകംപള്ളിയെയും കുറിച്ച്, KT ജലീലിനെയും P ശ്രീരാമകൃഷ്ണനെയും കുറിച്ച്, ഗണേഷ് കുമാറിനെയും AK ശശീന്ദ്രനെയും കുറിച്ച്, അങ്ങനെ നിരവധി ആളുകളെ കുറിച്ച് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചങ്ങോട്ട് ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ ഓഫീസിലുള്ളവരുടെയും വീട്ടിലുള്ളവരുടെയും ഒക്കെ കണക്കെടുക്കാൻ VD സതീശൻ പിണറായി വിജയനോട്
കണക്കെടുക്കാൻ പിണറായി വിജയനോട് പറഞ്ഞപ്പോ കേരളത്തിന്റെ പൊതുസമൂഹം കണക്കെടുത്തു. സ്ത്രീ ലംബടന്മാരെ, പൂവങ്കോഴികളെ AKG സെന്ററിലും ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സഭയിലും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അണച്ചു പിടിച്ച് സംരക്ഷിച്ച് കൊണ്ടു നടക്കുന്ന പിണറായി വിജയൻ കൊണ്ടു നടക്കുന്ന സ്ത്രീ ലംബടന്മാരുടെ കണക്ക് കേരളത്തിന്റെ പൊതുസമൂഹം എണ്ണി തിട്ടപ്പെടുത്തി. അങ്ങനെയാണ് കേരളത്തിന്റെ സമൂഹം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. രാഹുൽ മാങ്കൂട്ടം വിവാദം അത് ഉയർത്തിക്കൊണ്ടുവന്നവർക്ക് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ്. രാഹുൽ വിവാദം കൊണ്ട് രാഹുൽ വിവാദം വോട്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഉള്ള വോട്ട് കൂടി ചാടിപ്പോകുന്ന അവസ്ഥ സഖാക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ശബരിമലയിലെ അയ്യന്റെ പൊന്നുകെട്ട കേസിലും അതുപോലെ തന്നെ. അപ്പോ ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു വലിയ തിരിച്ചടി. അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യം, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു, മോനെ രാഹുലെ എന്താണ് പറയാനുള്ളത്, രാഹുലിന് പറയാനുള്ളത് കൂടി കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം, തൽക്കാലം ഇപ്പൊ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ വെക്കേഷൻ ഒക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്ത് തിരിച്ചു വന്നിട്ട് നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം. അതല്ലാതെ തീരുമാനമെടുക്കാമെന്നല്ല പറഞ്ഞത്. രാഹുലിന് നോട്ടീസ് അയച്ചതെന്ന് പറയുന്നത് കേട്ടില്ലേ നിങ്ങള്? എന്താ നോട്ടീസ് അയച്ചത്? നോട്ടീസ് അയച്ചത് രാഹുലെ എന്താ പറയാനുള്ളത്? സർക്കാർ വന്നിട്ട് താങ്കളുടെ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാണ് പറയുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നാണ് രാഹുലിനോട് ഹൈക്കോടതി ചോദിക്കുന്നത്. അപ്പോ രാഹുലിനെയൊക്കെ കേട്ട് സാവകാശം എല്ലാവർക്കും പറയാനുള്ളത് കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. ഹൈക്കോടതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഞങ്ങള് ക്രിസ്മസിന്റെ വെക്കേഷൻ ഒക്കെ ഒന്ന് പോകട്ടെ, അത് പോയി വന്ന് ആ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തിരിച്ചടികളുടെ മുകളിൽ തിരിച്ചടി, ഇടുത്തി തലയിൽ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാഹുല് ഇന്നലെ കോട്ടയത്തെ ജഡ്ജിയമ്മാവൻ കോവിലിൽ പോയിട്ട് ദർശനം നടത്തുന്നത്. അത് കണ്ടപ്പോ സഖാക്കള്, അയ്യോ ജഡ്ജിയമ്മാവൻ കുരുവില്ലോ, ജഡ്ജിയെ കണ്ടോ, പരാതി കൊടുക്കണമല്ലോ, ജഡ്ജിയെ സ്വാധീനിക്കാനുള്ള ശ്രമമാണല്ലോ. കാള പെറ്റെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തിറങ്ങിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ കുണ്ടന്മാര്. എന്റെ പൊന്നു സഖാക്കളെ, രാഹുല് പോയത് ജഡ്ജി അമ്മാവൻ കോവിൽ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിന്റെ പേരാണ്. അവിടെ പോയി അയാൾ വണങ്ങി ദർശനം നടത്തി അവിടെ ഓഫീസിൽ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ചു പോന്നു. അതും ഈ പറയുന്ന കോടതിയിലെ ജഡ്ജിമാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു, എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ ചിരിയാണ് വരുന്നത്. ഇത് പറയാൻ പറ്റുന്നില്ലെന്നേ. കാരണം ഇങ്ങനെയും വിവരമില്ലാത്ത കുറെ എണ്ണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഹുൽ ജഡ്ജിയമ്മാവൻ കോവിലിൽ പോയിട്ട് ദർശനം നടത്തിയതിന് അത് ജഡ്ജിയെ സ്വാധീനിക്കാനാണെന്നും പറഞ്ഞ് പരാതി കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐക്കാര്. എന്തൊരു ദുരവസ്ഥയാണ്. അത് കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിയിലല്ല അവിടെ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത്. അത് പറയുന്ന ക്ഷേത്രത്തിന്റെ പേരാണ് ജഡ്ജി അമ്മാവൻ കോവിൽ. ഇത് ഏതാണ്ട് ജഡ്ജിയുടെ ഒരു വീട്ടിൽ പോയിട്ട് ജഡ്ജിയെ സ്വാധീനിക്കാൻ, ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ രാഹുൽ ശ്രമം നടത്തി എന്നും പറഞ്ഞുകൊണ്ട് പരാതിയുമായി ഇറങ്ങിയിരിക്കുക. വല്ലാത്തൊരു ദുരവസ്ഥയാണ് ഇവരുടേത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ കണ്ടാല് അത് ക്ഷേത്രമാണ്, ക്ഷേത്രത്തിന്റെ ഓഫീസ് എന്നൊക്കെ കണ്ടപ്പോ അത് ജഡ്ജിയുടെ ഓഫീസാണെന്ന് കരുതി. ജഡ്ജിക്ക് അങ്ങനെ ഓഫീസുണ്ടോ? വക്കീൽ ഓഫീസ് ഉണ്ടാവും. ജഡ്ജിയുടെ ഓഫീസ് ഉണ്ട്, അത് എവിടെയാ? കോടതിക്കകത്താ. വക്കീലന്മാരുടെ ഓഫീസ് കണ്ടില്ലേ? വക്കീലന്മാർക്ക് കോടതിക്കകത്തല്ല ഓഫീസ് ഉള്ള, അവരുടെ ഓഫീസ് ഉണ്ടാവുന്നത് കോടതിക്ക് പുറത്താണ്. ഇതൊന്നും മനസ്സിലാവാതെ ഇത്രയും കാലം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇതൊന്നും മനസ്സിലാവാത്ത കുറെ മണ്ടന്മാര്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. ഇപ്പോ ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമം നടത്തി എന്ന് പറഞ്ഞ് പരാതിയുമായി ഇറങ്ങിയിരിക്കുക. വല്ലാത്തൊരവസ്ഥ. എന്താണ് ഇവരുടെ തലയില്? ഇനി കളിമണ്ണാണോ എന്ന് പോലും ചോദിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കളിമണ്ണാണോ നിങ്ങളുടെ തലയിൽ എന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇങ്ങനെയും കുറെ എണ്ണം. എന്താ കാര്യം എന്താന്ന് ചോദിച്ചാല് ഇവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത, വല്ലാത്തൊരു ഈ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത പകയാണ്. അസ്വസ്ഥത എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം രാഹുലിനെ എങ്ങനെയെങ്കിലും തൂക്കിയെടുത്ത് ഒന്ന് രാഹുൽ ഒരു മണിക്കൂറെങ്കിലും, അല്ല വേണ്ട, ഒരു 10 മിനിറ്റ് അകത്ത് കിടക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചതാ. അതാണ് നടക്കാതെ പോയത് അല്ലേ? രാഹുൽ കാരണം എന്താ? രാഹുലിന്റെ കയ്യിൽ നിന്ന് കിട്ടാത്ത ഒരുത്തനും ഇവരുടെ കൂട്ടത്തിലില്ല.
ഇവർ രാഹുലിന്റെ മുന്നിൽ എന്നൊക്കെ ചെന്ന് പെട്ടിനോ അന്നൊക്കെ വയറ് നിറയെ കിട്ടിയിട്ട് വാങ്ങിയിട്ട് ഏമ്പക്കം വിട്ടിട്ടാണ് തിരിച്ചിറങ്ങിയിട്ടുള്ളത്. അപ്പോ രാഹുലിനെ എങ്ങനെയെങ്കിലും ഒന്ന് തൂക്കിയെടുത്ത് അകത്തിടണം, അത് കാണണം, അത് ആഘോഷിക്കണം എന്നുള്ളത് ഇവരുടെ വലിയ ആഗ്രഹമായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ ഈ പറയുന്ന ആദ്യത്തെ കേസില് തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചപ്പോ ഇവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഡു വിതരണം, പടക്കം പൊട്ടിക്കല്, ആഘോഷം തുടങ്ങിയതാ. പക്ഷെ ആഘോഷത്തിനധികം സമയം ലഭിച്ചില്ല. അത് വൈകുന്നേരം ആയപ്പോഴേക്കും ആ ആഘോഷം അവസാനിച്ചു എന്നുള്ളതാണ്. ഇരുട്ടിയപ്പോഴേക്ക് അത് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോ ആ ആഘോഷം തല്ലിക്കെടുത്തി കോടതി എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷെ അതിനുള്ള അവസരം ഒത്തു കിട്ടുന്നില്ല. അപ്പോ പല രീതിയിൽ ശ്രമിച്ചു നോക്കുക. ജഡ്ജിയമ്മാവൻ കോവിലിൽ പോയി ദർശനം നടത്തിയതിന് ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് പരാതിയുമായിട്ട് ഇറങ്ങുക. ആകെ ഇവർ ആഗ്രഹിക്കുന്നത്, ഇവരുടെ ഒരു സ്വപ്നമാണ് രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിടുന്നത് കാണണം, അത് കണ്ടിട്ട് വേണം മരിക്കാൻ എന്നാണ് സഖാക്കൾ ഇപ്പൊ പറയുന്നത്. കാരണം എല്ലാം കൊണ്ട് തിരിച്ചടിയാണല്ലോ. തെരഞ്ഞെടുപ്പില് അവിടെ ഇവിടെയൊക്കെ കുറെ ലഡുവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും ആഘോഷിക്കാൻ പറ്റിയില്ല. മനസ്സിലായില്ലേ? അപ്പോ ഒരു വിധത്തിലും ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യവും മുന്നിൽ വരുന്നില്ല. പിന്നെ ഇനിയിപ്പോ എന്താ ആകെ ഒരു പ്രതീക്ഷ? രാഹുലിനെ തൂക്കി അകത്തിടും എന്നുള്ളതാണ് ആകെയുള്ള ഒരു പ്രതീക്ഷ. അത് നടന്നാൽ മാത്രമേ ഇനി വലിയൊരു ആഘോഷത്തിനുള്ള സാഹചര്യമുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് സഖാക്കൾക്ക്. അതുകൊണ്ടാണ് ജഡ്ജി അമ്മാവൻ കോവിലില് ദർശനം നടത്താൻ പോയ രാഹുല് ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് പിണറായി വിജയൻ ഭരിക്കുന്ന പോലീസിന് മുന്നിലേക്ക് ഒരു പരാതിയും കടലാസിൽ ചുരുട്ടിപ്പിടിച്ച് എഴുതിയിട്ട് അതുമായിട്ട് വന്നു കയറിയിട്ടുള്ളത്. എന്തൊരവസ്ഥയാണ്! ഇങ്ങനെയും കുറെ ആളുകൾ, അതും പ്രബുദ്ധ കേരളത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു.